ഈവനിങ് ഓൾ. ഞാനൊന്ന് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. ഋതുനന്ദനം മറന്നിട്ടില്ല. നാളെ മുതൽ ഞാൻ എന്നും ഇനി പറയുന്നില്ല. കാരണം എനിക്ക് എന്ന് ഡെയിലി ഇടണം എന്നാണ് ആഗ്രഹം. ഇടയ്ക്ക് ഹെൽത്തിൻ്റെ ഇഷ്യൂസ് വന്നതുകൊണ്ടാണ്. പൊള്ളുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തോരം പെയിൻ ഉണ്ടാവും എന്ന്. അതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അതായത് ഞാൻ ഓർത്താണ് ഫെബ്രുവരി മുതൽ റെഗുലറായിട്ട് ഇട്ട് പോകണം എന്ന് വിചാരിച്ചതാണ്. എന്തായാലും നാളെ മുതൽ ഒന്നിടെ വിട്ടിട്ടാണെങ്കിലും ഋതുനന്ദനം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. മുറിയിലെ അരികിലേക്ക് ചെന്നപ്പോൾ തന്നെ അവളുടെ കാലുകൾക്ക് വല്ലാത്ത ബലക്ഷയം അനുഭവപ്പെട്ടതുപോലെ തോന്നി. എങ്ങനെയാണ് ഇനി അകത്തേക്ക് കയറുന്നത്? എങ്ങനെയാണ് ഇനി ഹരിയേട്ടനെ അഭിമുഖീകരിക്കുന്നത്? മനസ്സിൽ കുറേ നാളുകളായി വീർപ്പ് മുട്ടിച്ചൊരു കാര്യമാണ് തുറന്നു പറഞ്ഞത്. അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിനൊരല്പം അയവ് ലഭിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല. ആ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലേക്കൊരു കുറ്റബോധം, വലിയൊരു കുറ്റബോധം ചെയ്തതുപോലെയൊക്കെയുള്ള തോന്നലുകളാണ് വരുന്നത്. താനൊരു തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് തനിക്ക് തോന്നുന്നത്. പക്ഷെ തൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ അത് ശരിയാണ്. മനസാക്ഷിയുടെ മുന്നിൽ മാത്രം. ഒരു പക്ഷേ മറ്റാർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അല്ലെങ്കിലും മറ്റൊരാളുടെ വേദന അതേ തീവ്രതയോടെ, മറ്റൊരാളുടെ മനസ്സിലെ വികാരങ്ങൾ അതേ തീവ്രതയോടെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എല്ലാവരുടെയും മുൻപിൽ തെറ്റുകാരിയാണ്. പക്ഷേ തിരിച്ചും മറിച്ചും നോക്കിയിട്ടും തനിക്ക് തൻ്റെ പ്രവൃത്തിയിൽ യാതൊരു തെറ്റും കാണാൻ സാധിക്കുന്നില്ല. കുട്ടിക്കാലം മുതൽ ഹരിയേട്ടൻ നൽകിയ കരുതൽ, സംരക്ഷണം, അതൊക്കെയായിരുന്നു പ്രണയമായി പരിണമിക്കുന്നത്. എല്ലാത്തിലും ഉപരി എന്നും ഹരിയേട്ടൻ സ്വന്തമായിരിക്കുമെന്നുള്ളൊരു ചിന്ത, എന്നും ആ സ്നേഹത്തണലിൽ ജീവിക്കാനുള്ളൊരു വിശ്വാസം. പക്ഷെ തങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. ഒരു വലിയ സ്നേഹദൂരം തന്നെ തങ്ങൾക്കിടയിൽ ഉണ്ടെന്ന സത്യത്തിനെ തനിക്ക് മനസ്സിലാക്കി തരികയായിരുന്നു ഹരിയേട്ടൻ. അത്രമേൽ വേദനിക്കാതെ ഹരിയേട്ടൻ അങ്ങനെ തന്നോട് ചെയ്യില്ല. അടിയുടെ വേദന ശരീരത്തിലായിരുന്നില്ല, മനസ്സിലായിരുന്നു. ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചെങ്കിലും അത്രമേൽ ഹരിയേട്ടൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നായിരുന്നു തൻ്റെ ഇഷ്ടമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും തന്നെ കൈനീട്ടി അടിക്കില്ല. അത് നന്നായി തനിക്കറിയാം. പക്ഷെ ഇനിയും ഹരിയേട്ടൻ്റെ അരികിലേക്ക് പോകാൻ എന്തുകൊണ്ടോ കാലുകൾക്കൊരു ബലക്കുറവ് പോലെ. ഇനിയും ഉപദ്രവിക്കുമെന്ന ഭയം എന്നല്ല, മറിച്ച് ആ മുൻപിലേക്ക് പോയി നിൽക്കുമ്പോൾ താൻ ചെറുതായി പോകുന്നത് പോലെ. തെറ്റുപറ്റിയത് തനിക്കാണ്. കൗമാരം ചിറക് വിരിച്ച നിമിഷത്തിൽ തോന്നിയ ആകർഷണത്തിൻ്റെ അനുഭൂതിയിൽ സ്വയം മറന്നു. എങ്കിലും എന്നെ നീ ഇങ്ങനെയാണോ കണ്ടതെന്ന് ഒരിക്കൽ കൂടി ചോദിച്ചു പോയാൽ താൻ തകർന്നു പോകും. തിരികെ പോയാലോ എന്ന് അവൾ ചിന്തിച്ചു. അല്ല, കാണണം. ഇനിയും നിരവധി കൂടിക്കാഴ്ചകൾ തമ്മിൽ ഉണ്ടാകേണ്ടതാണ്. ഒരിക്കലും ഹരിയേട്ടനിൽ നിന്നും ഓടി ഒളിക്കാൻ തനിക്ക് സാധിക്കില്ല. മാത്രമല്ല, ആ ഒരാളിൽ നിന്നും താൻ എവിടേക്കാണ് ഓടി ഒളിക്കുന്നത്? തൻ്റെ മനസ്സിൻ്റെ കുടികിടപ്പ് അവകാശം പോലും ഇപ്പോൾ ആ ഒരാൾ മാത്രമല്ലേ? താൻ പോലും അറിയാതെ തൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ ഇടം നേടിയ ഒരുവൻ. പ്രണയമെന്ന വികാരത്തിനുമപ്പുറം തൻ്റെ മനസ്സിൽ സ്നേഹത്തിൻ്റെ ഒരു പെരുമഴ തന്നെ നൽകിയവൻ. സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും സംരക്ഷണം കൊണ്ടും എല്ലാം തൻ്റെ മനസ്സിൽ അവനോളം വലുതായി മറ്റാരുമില്ല. എന്തും വരട്ടെ എന്ന് കരുതി അകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. കഥയിലൊന്ന് കൊട്ടാൻ മറന്നിരുന്നില്ല. ഈ മുറിയിൽ 100 തവണ വന്നിട്ടുണ്ട്. പലവട്ടം കയറി ഇറങ്ങി നടന്നിട്ടുള്ള മുറിയാണ്. അനുവാദം ചോദിച്ചിട്ടല്ല അന്നൊന്നും വന്നത്. പക്ഷെ ഇന്ന് അനുവാദം ആവശ്യമാണെന്ന് തോന്നി. കാരണം അന്ന് തങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഒരു ഒളിയും മറയും ഉണ്ടായിരുന്നില്ല. അന്ന് തൻ്റെ മനസ്സിൽ യാതൊരു കള്ളത്തരങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. തൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനവും അവൻ്റെ മനസ്സിൽ ഒരു പക്ഷേ തനിക്കൊരു യാതൊരു സ്ഥാനവും ഇല്ലാതായൊരു രാത്രിയാണിത്. അതുകൊണ്ട് തീർച്ചയായും അനുവാദം ആവശ്യമാണ്. വാതിൽ കൊട്ടി കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് കതക് തുറന്നത്. മുൻപിൽ തന്നെ കണ്ടപ്പോൾ ആ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു ജാനകി. പ്രകടമായ മാറ്റമോ മറ്റു വികാരങ്ങളോ ഒന്നും ആ മുഖത്ത് മിന്നിമറിയില്ല. തന്നെ കണ്ടിട്ട് അത്ഭുതമോ പ്രത്യേകതയോ ഒന്നും ആ മുഖത്തില്ല. നിറഞ്ഞു നിൽക്കുന്നത് ഗൗരവം മാത്രമാണ്. തികച്ചും ഗൗരവപൂർണമായൊരു ചോദ്യം. തൻ്റെ ഹൃദയത്തിലേക്ക് ഒരു തുള്ളി നിണമൊഴുക്കാൻ കഴിവുള്ളതായിരുന്നു ആ ചോദ്യമെന്ന് ജാനകിക്ക് തോന്നിയിരുന്നു. കൈ ഉയർത്തി കാണിച്ച് ഗ്ലാസ്സിൽ നോക്കി മടിച്ചു മടിച്ചു മറുപടി പറഞ്ഞു.
കുടിക്കാൻ വെള്ളം വേണമെന്ന് വിദ്യേച്ചി പറഞ്ഞു. ചേച്ചിക്ക് കോളേജിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. വളരെ മടിച്ചായിരുന്നു അതും പറഞ്ഞിരുന്നത്. ഒന്നും മിണ്ടാതെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി ഒറ്റ വലിക്ക് തന്നെ ഗ്ലാസ്സിലെ മുഴുവൻ വെള്ളവും കുടിച്ചു. അപ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു, ഹരിയേട്ടൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മനസമാധാനം തകർക്കാൻ കെൽപ്പുള്ളതായിരുന്നു തൻ്റെ വാക്കുകളെന്ന്. പക്ഷെ അത് മനസ്സിൽ കൊണ്ടു നടന്ന് ജീവിക്കുവാൻ തനിക്കറിയില്ലായിരുന്നു. ഓരോ നിമിഷവും ആ പ്രണയത്തിൻ്റെ അഗ്നിയിൽ ഉരുകിപ്പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇനി തുറന്നു പറഞ്ഞേ മതിയാവൂ എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഹരിയേട്ടനോട് ഇക്കാര്യം പറഞ്ഞത്. പെട്ടെന്ന് ഹരിയേട്ടൻ ഒരു ക്ഷീണിതനായ വ്യക്തിയായതുപോലെ, മുഖത്തെ പ്രസന്നത നിറഞ്ഞ ഭാവമൊക്കെ മറ്റെവിടെയോ മറഞ്ഞതുപോലെ, ആ മുഖം വിഷാദത്തിൽ കൂപ്പുകുത്തിയതുപോലെ തോന്നിയവൾക്ക്. കണ്ണുകൾക്കൊക്കെ ഒരു ചെഞ്ചുവപ്പ് പടർന്നിട്ടുണ്ട്. താൻ തുറന്നു പറഞ്ഞ ഈ സത്യം ഇത്രത്തോളം ഈ മനുഷ്യനെ തകർക്കാനുള്ളതായിരുന്നോ എന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു പോയിരുന്നു. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു വേദന തോന്നിയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തെറ്റ് ചെയ്തതിന് മനസാക്ഷി തന്നെ വിധിച്ചു തുടങ്ങിയിരുന്നു. പാടില്ലായിരുന്നു. ഒരിക്കലും ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ച ഈ മനുഷ്യനോട് നന്ദികേട് കാണിക്കാൻ പാടില്ലായിരുന്നു. ഒരിക്കൽ മോഹം മനസ്സിൽ തോന്നിപ്പോയെങ്കിൽ പോലും തുറന്നു പറയാൻ പാടില്ലായിരുന്നു. ജാനകി, നീ ചെയ്തത് തെറ്റാണ്. മനസാക്ഷി അലമുറയിട്ട് കരയുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തിന് മുൻപിൽ അതൊന്നുമല്ലെന്ന് അവൾക്ക് തോന്നി. വിവേകവും വികാരവും തമ്മിൽ നടക്കുന്ന കൊടിയ യുദ്ധം. കടന്നുപോയിരുന്ന ഓരോ നിമിഷവും ആ മുഖം കാണുമ്പോഴും ഏറെ ആഴത്തിൽ വീണ്ടും വീണ്ടും നിറഞ്ഞു നിൽക്കുകയാണ്. ഉള്ളിൽ വേരുറച്ചു പോയോ ഈ മനുഷ്യൻ ഇത്ര പെട്ടെന്ന്? ഒന്നും മിണ്ടാതെ തന്നെ അഭിമുഖീകരിക്കാൻ കഴിയാതെ നിൽക്കുന്ന അവൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി മെല്ലെ മിണ്ടാതെ തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നിൽ നിന്നും വിളിച്ചത്. ജാനിക്കുട്ടി. എന്നുമേറെ സ്നേഹം നിറച്ച വിളി. ഓരോ പ്രാവശ്യവും ആ വിളിയിൽ ഒതുങ്ങി നിന്നത് സംരക്ഷണവും കരുതലും മാത്രമായിരുന്നില്ല, തന്നോടുള്ള സ്നേഹം കൂടിയായിരുന്നു. ഓരോ വട്ടവും ആ വിളി കേൾക്കുമ്പോൾ മനസ്സിനൊരാശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ ഒരു അപരിചിതത്വം തോന്നുന്നു, എന്തോ ഒരു അകൽച്ച തോന്നുന്നുണ്ടോ? ഒരിക്കലും ഞങ്ങൾ ചേരില്ല എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥതയില്ലാതെ വിളിക്കുന്നത് പോലെ. ഒന്നും മിണ്ടാതെ നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴും ഏട്ടൻ്റെ നിശ്വാസങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിനറിയാതെ ക്ഷമിക്കണം. ആ മുഖം കണ്ടപ്പോൾ വീണ്ടും തന്നോട് തന്നെ പുച്ഛം തോന്നിയതുപോലെ. വേദനിക്കുകയാണ് ആ മനുഷ്യൻ ഇപ്പോഴും. ആരാണെന്ന് ചിന്തിക്കാതെ വേണ്ടാത്തതൊക്കെ ചിന്തിച്ചത് ഞാനാണ്. ഹരിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മുഖത്തേക്ക് നോക്കാതെ എങ്ങനെയോ പറഞ്ഞു, എനിക്കൊന്നു മാത്രം അറിഞ്ഞാൽ മതി. ഒരിക്കലെങ്കിലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ സ്പർശം കൊണ്ടോ മോശമായ രീതിയിൽ എപ്പോഴെങ്കിലും നിന്നോട് ഞാൻ ഇടപെട്ടിട്ടുണ്ടോ മോളെ? നിനക്ക് മോഹം തോന്നുന്ന രീതിയിൽ എപ്പോഴെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? നീ എന്നോട് തുറന്നു പറയണം. ഇല്ലെങ്കിൽ സമാധാനം കിട്ടില്ല എനിക്ക്. ആത്മാർത്ഥമായിരുന്നു അവൻ്റെ ചോദ്യം. ഇല്ല ഹരിയേട്ടാ, ഒരിക്കൽ പോലും ഹരിയേട്ടൻ്റെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ളൊരു നോട്ടമോ സ്പർശനമോ പോലും വന്നിട്ടില്ല. എൻ്റെ തെറ്റായിരുന്നു. ഞാൻ മാത്രമാണ് തെറ്റ് ചെയ്തത്. പക്ഷെ ഇതിൽ പൂർണ്ണമായി ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് സമ്മതിച്ച് തരാനും പറ്റില്ല. ഒരാളോടൊരു മോഹം തോന്നുന്നത്, ഒരിഷ്ടം തോന്നുന്നത് തെറ്റാണോ ഹരിയേട്ടാ? അത് തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഞാനും മോഹിച്ചു പോയി, ഇഷ്ടപ്പെട്ടു പോയി. അച്ഛനില്ലാത്ത എനിക്ക്, അച്ഛൻ നൽകിയിട്ടില്ലാത്ത സംരക്ഷണവും കരുതലും ഒക്കെ ഹരിയേട്ടൻ നൽകി. ഒരിക്കലും ഹരിയേട്ടനെ പിരിയരുതേ എന്ന് ആഗ്രഹിച്ചു. അപ്പോഴും ഇഷ്ടത്തിനൊരു നിറവുണ്ടായിരുന്നില്ല. ഒരിക്കൽ മറ്റൊരു വിവാഹം കഴിഞ്ഞാൽ പിന്നീട് ഹരിയേട്ടൻ എനിക്ക് ആരാണെന്നൊരു ബോധം അമ്മ നൽകിയ നിമിഷം, അന്നേരം പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. പിന്നീട് എപ്പോഴും ഏതോ ഒരു നിമിഷം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു നിമിഷം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്തയാണ്, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഹരിയേട്ടനെ പിരിയേണ്ടി വരില്ലല്ലോ എന്ന്. അത് മാത്രമേ ആ നിമിഷം ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. പിന്നീട് ആ ഇഷ്ടം ഇത്രത്തോളം വളരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ ഇഷ്ടം എന്നെ വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങിയ നിമിഷമാണ് ഹരിയേട്ടനോടെങ്കിലും അത് പറയാമെന്ന് എനിക്ക് തോന്നിയത്. പറയുമ്പോൾ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഞാൻ പ്രതീക്ഷിച്ചു.
അവന് നേരിയൊരു ആശ്വാസം തോന്നി. അവളുടെ മനസ്സിൽ നിറഞ്ഞ അരക്ഷിതാവസ്ഥയിൽ നിന്നും ഉരുത്തിരിഞ്ഞൊരു പ്രണയമായിരുന്നു തന്നോടുള്ളത്. താൻ നൽകിയ സുരക്ഷിതത്വവും കരുതലുമായിരുന്നു തന്നിലൊരു മോഹമായി വളരാൻ അവളെ പഠിപ്പിച്ചത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവൾ തന്നെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം അവന് തോന്നി. ഈ നിമിഷം വരെ താൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് തന്നിൽ നിന്നും തെറ്റായൊരു നോട്ടമോ ഭാവമോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. തെറ്റായൊരു മോഹം താൻ അവൾക്ക് നൽകിയിട്ടുണ്ടോ എന്നായിരുന്നു. തൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതുകൊണ്ടാണോ അവൾ തന്നെ ആ ഒരു രീതിയിൽ ആഗ്രഹിച്ചതെന്നായിരുന്നു അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവൾ പറയുന്നത് സത്യമാണെന്ന് ശ്രീഹരിക്ക് തോന്നി. അച്ഛനില്ലാത്തൊരു പെൺകുട്ടി, അവൾക്ക് കരുതൽ നൽകി അവളുടെ സുരക്ഷിതത്വത്തിനായി നിലകൊണ്ടൊരു മുതിർന്ന പുരുഷനോട് അവൾക്ക് സ്വാഭാവികമായ ഒരു മോഹം തോന്നും. അത് തെറ്റല്ല, ഈ പ്രായത്തിൽ തോന്നുന്നതാണ്. അവളെ തെറ്റു പറയാനും സാധിക്കില്ല. പക്ഷേ ഒരു വട്ടമല്ല, 100 പ്രാവശ്യമെങ്കിലും താൻ പറയാറുണ്ട് വിദ്യയെപ്പോലെയാണ് ജാനകി എന്ന് അവളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവളത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചപ്പോഴാണ് തനിക്ക് ദേഷ്യം വന്നത്. പാടില്ലായിരുന്നു. ഒരു കൊച്ചുകുട്ടി. വല്ലാത്ത ദേഷ്യം തോന്നിയത് കൊണ്ട് തന്നെയാണ് അടിച്ചത്. അവൾ ചെയ്തൊരു തെറ്റ് ഉപദേശിച്ച് തനിക്ക് ശരിയാക്കാമായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിൽ അടിച്ചു പോയതാണ്. തിളർത്ത് കിടക്കുന്ന അവളുടെ കവിൾ കണ്ടപ്പോൾ വീണ്ടും അവന് വേദന തോന്നി. നീ പറഞ്ഞതുപോലെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മുതിർന്നൊരേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന്. അതിനും അപ്പുറം എന്നെ മോള് മറ്റൊരു രീതിയിൽ മനസ്സിൽ കാണരുത്. മോളെ, നിനക്ക് എന്നും ഞാനുണ്ടാവും. ഒരിക്കലും പ്രതിബന്ധം കൊണ്ട് നിന്നിൽ നിന്നും അകന്നു പോകാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് അത്രമേൽ വാത്സല്യത്തോടെയാണ്. ഓരോ വട്ടവും നിന്നെ ഞാൻ നോക്കിയിട്ടുള്ളത് ഏട്ടൻ്റെ കരുതലോടെയാണ്. രക്തബന്ധത്തേക്കാൾ വലുതാണ് മോളെ ചില കർമ്മബന്ധങ്ങൾ. ഇപ്പോൾ ഈ നിമിഷം പോലും നിന്നോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടില്ല. നീ ചെയ്യുന്നത് തെറ്റാണ് മോളെ. എന്നെക്കുറിച്ച് തോന്നിപ്പോയി നിൻ്റെ ആ ഒരു ചിന്ത നീ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണം. ഏട്ടനാണ്, ഏട്ടനായി മാത്രമേ കാണാവൂ. അല്ലാതെ നീ ചെയ്യുന്നതെല്ലാം തെറ്റായി പോവും. മറ്റുള്ളവർ കേട്ടാലും അത് തെറ്റായി മാത്രമേ കാണൂ. ഇപ്പം നീയും ഞാനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഒരു മുതിർന്ന പുരുഷനോട് തോന്നിയൊരു അഭിനിവേശം, അങ്ങനെ മാത്രമേ ഏട്ടൻ എടുത്തിട്ടുള്ളൂ. മോഹം തോന്നണം, സ്വാഭാവികമാണ്. ഏട്ടൻ ആ രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. മറ്റാരും അറിയില്ല. ഏട്ടൻ്റെ മനസ്സിൽ മാത്രമേ ഇതുണ്ടാകൂ. നീ ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റ് ഏട്ടൻ ക്ഷമിക്കുകയാണ്. നിൻ്റെ മനസ്സിൽ ഇനി അങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കരുത്. മനസ്സിലൊരു 100 വട്ടം നീ അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രം മതി. ഞാനുണ്ടാകും എന്നും നിന്നോടൊപ്പം. മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു പോട്ടെ. ഇപ്പോൾ സംഭവിച്ചു പോയതൊക്കെ അറിവില്ലായ്മയാണെന്ന് എനിക്ക് മനസ്സിലാവും. ഇപ്പം സംസാരിച്ച് പിരിയുന്നതോടെ നിൻ്റെ മനസ്സിൽ നിന്നും ആ ചിന്ത പോണം. ഏട്ടൻ്റെ ആ പഴയ ജാനിക്കുട്ടി ആവണം. ശ്രീഹരി അത് പറഞ്ഞപ്പോൾ ഒരിക്കലും അവനിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏട്ടനെല്ലാം മറക്കാണ്. നീ ഇനി ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കില്ലെന്ന് ഏട്ടന് വാക്കുതാ. തൻ്റെ വലം കൈ നീട്ടിപ്പിടിച്ച് തനിക്ക് നേരെ നിൽക്കുന്ന ശ്രീഹരിയോട് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം ജാനകി നിന്നുപോയി. കാത്തിരിക്കുമല്ലോ അല്ലേ? നാളെ കാണാം. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.